മാധു, നമുക്ക് അനിൽ ഇമാനുവലിനോട് ചോദിക്കാം. എന്താണ് പറഞ്ഞു? പ്രസാദ്, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസിന്റെ അതീവ ഗുരുതരമായ ഒരു വീഴ്ച എന്ന് തന്നെ പറയണം. കാരണം ഇത് ഈ രണ്ട് കൂട്ടർക്കാർ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിലെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളികളായ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് വിരലിൽ എണ്ണാവുന്നവർ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മലയാളികളില്ലാത്ത 2 DCPമാർ, അതുകൂടാതെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പുറത്തുനിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് ഇലക്ഷൻ ട്രാൻസ്ഫറായി വന്നവരാണ്. അവർ തിരിച്ചയക്കുക, പകരം ഇവിടെ പരിചയമുള്ളവരെ പോസ്റ്റ് ചെയ്യുക ഉണ്ടായിട്ടില്ല. ഈ സമയം വരെയും ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം ഇതുവരെയും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങൾ, ഈ രാഷ്ട്രീയ സാഹചര്യം അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയണം. കാരണം തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടികൂടാം എന്ന് കരുതി ഇവിടെ വന്ന് സംഘടിച്ച് നിന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. അത് നടക്കില്ല. അത് കേരളത്തിൽ ഒരു സ്ഥലത്തും അത് നടക്കില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സാഹചര്യം നടക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധി ഇല്ലാതെ പോയി ഈ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ് പറയേണ്ട കാര്യം. നമുക്കിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, മലയാളികളല്ലാത്ത 2 DCPമാർ, ഞാൻ നേരത്തെ DCPമാർ അടക്കം ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഈ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എന്നാൽ ഈ ഘട്ടത്തിലും ഒരു ആക്ഷൻ മുതിർന്ന ശേഷം CPMന്റെ സമ്മർദ്ദം കാരണം പിന്മാറി എന്നൊരു തരത്തിലേക്ക് വരുത്തി തീർക്കാൻ പോലീസ് ഉന്നതർക്കും കഴിയില്ല. അതാണ് സാഹചര്യം. പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലോ, പാർട്ടിക്ക് അവരുടെ ഓഫീസിൽ നിന്ന് പോലീസ് പറയുന്ന ആളുകളെ ഇവർ ഈ മുമ്പിൽ നിന്ന് പിടിച്ചു നൽകുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് ഒരു കാരണവശാലും കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കൂട്ടർക്ക് അഭിമാന പ്രശ്നമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇമാനുവൽ, നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷം അധികാരത്തിലുണ്ടായ പാർട്ടിയാണ് CPIM. നേരത്തെ 2011-16 കാലഘട്ടത്തിൽ ഇവിടെ സോളാർ കേസ് ഉൾപ്പെടെയുള്ള സമരങ്ങൾ എങ്ങനെയാണ് തലസ്ഥാനത്ത് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 20 ദിവസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പുള്ള ആദ്യ ഇൻസിഡൻ്റാണ്. ഒരുപക്ഷെ പോലീസിൻ്റെ പരിചയക്കുറവ്, എങ്ങനെ CPIMന്റെ സമരങ്ങളെയും ഇത്തരം സന്ദർഭങ്ങളെയും കവർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിചയക്കുറവ്, അത് വലിയ തോതിൽ ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നതല്ലേ അനിൽ? തീർച്ചയായിട്ടും പ്രസാദ്, അത് തന്നെയാണ് സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിചയക്കുറവ് തന്നെയാണ് അതിന് കാരണം. പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ പോലും ഇല്ല. മേലുദ്യോഗസ്ഥരായി അല്ലെങ്കിൽ SHOമാരായി DYSPമാരായി ജോലി ചെയ്യുന്നവർ ഇവരെല്ലാവരും തിരുവനന്തപുരത്തിന് പുറത്തു നിന്ന് വന്ന് ഇലക്ഷൻ പ്രമാണിച്ച് വന്ന് താൽക്കാലിക ട്രാൻസ്ഫറായി വന്ന ആൾക്കാരാണ്.